നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഇന്ത്യയോട് മുട്ടാൻ വന്ന പാക്കിനെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. जिस भी दुश्मन की पोस्ट ने युद्ध विराम का उल्लंघन किया, उन सभी पोस्टों को भारतीय सेना ने मिट्टी में मिला दिया. दुश्मन अपनी पोस्ट छोड़ भागता नजर आया. ऑप सिंदूर केवल एक कार्रवाई नहीं, पाकिस्तान के लिए वो सबक था जो उसने दशकों से नहीं सीखा. അതായത് ഇന്ത്യയെ ഒതുക്കി എന്ന ആരോപണങ്ങളാണ് പാക് ഒരു സമയത്ത് പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അന്ന് ഒരു തള്ളൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കേണ്ടേ എന്നതാണ് പാക് ഉദ്ദേശിച്ചത്. എന്നാൽ ഇത് ഇന്ത്യയാണ്, ഒരു നുണയും വെച്ചു പൊറപ്പിക്കില്ല. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലും പാക് അധിനിവേശ പ്രദേശങ്ങളിലെയും സൈനിക ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കരസേന പുറത്തുവിട്ടിരിക്കുന്നത്. നീതി നടപ്പാക്കി എന്ന അടിക്കുറിപ്പോടെയാണ് കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് എക്സിലൂടെ വീഡിയോ പുറത്തുവിട്ടത്. ആസൂത്രണം ചെയ്തു പരിശീലിപ്പിച്ചു നടപ്പാക്കി എന്നും കരസേന എക്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 9 മുതൽ നടത്തിയ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളാണ് സേന പങ്കുവച്ചിട്ടുള്ളത്. പ്രതികാരമല്ലെന്നും കനത്ത തിരിച്ചടിയിലൂടെ ശത്രുക്കൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ് ലക്ഷ്യമിട്ടതെന്നും വീഡിയോയിൽ സൈനികർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെയും പാക് കേന്ദ്രങ്ങൾ തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇത്രയും കൃത്യതയും വ്യക്തതയുമുള്ള ആക്രമണ ദൃശ്യങ്ങൾ സേന പുറത്തുവിടുന്നത് ഇത് ആദ്യമാണ്. ശനിയാഴ്ച വെസ്റ്റേൺ കമാൻഡിന് കീഴിലുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കട്ടിയാർ സൈനികർക്ക് മനോവീര്യം പകർന്നു. കൂടാതെ പ്രദേശത്ത് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും കമാൻഡർ നിർദ്ദേശം നൽകുകയും ചെയ്തു. നേരത്തെ ഇന്ത്യയുടെ ആദംപൂരിലെ വ്യോമതാവളം തകർത്തെന്ന പാക് നുണപ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ ആദംപൂർ വ്യോമതാവളത്തിൽ പറന്നിറങ്ങിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാക്കിന്റെ നുണപ്രചാരണങ്ങൾക്ക് മറുപടി നൽകിയത്. പാകിസ്ഥാൻ ആക്രമണത്തിന് ശ്രമിച്ച വ്യോമതാവളമാണ് ആദംപൂരിലേത്. എന്നാൽ ഈ ആക്രമണം ഇന്ത്യ തകർത്തിരുന്നു. വ്യോമതാവളത്തിൽ നിന്നുകൊണ്ട് നരേന്ദ്രമോദി സല്യൂട്ട് നൽകുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യ കൃത്യമായ മറുപടി പാകിസ്ഥാന്റെ വ്യാജ വാർത്തകൾക്കെതിരെ നൽകിയത്. മാത്രമല്ല, ഈ ചിത്രങ്ങളിൽ ചിലതിന്റെ പശ്ചാത്തലത്തിൽ S-400 മിസൈൽ ശേഖരം കൂടി കാണിച്ചത് മധുരമായ പ്രതികാരമാണ്. അതേസമയം പാകിസ്ഥാൻ സൈന്യം പങ്കുവെച്ച ചിത്രങ്ങൾ പലതും മോർഫ് ചെയ്തവയാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. ആദംപൂരിലെ എയർബേസിൽ എന്ന് അവകാശപ്പെട്ട് അവർ പങ്കുവെച്ച ചിത്രങ്ങൾ പലതും വ്യാജമായിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായെങ്കിലും ഇന്ത്യ എന്തിനും തയ്യാറാണെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.